കുട്ടികൾക്ക് സ്കൂളൊക്കെ തുറന്നല്ലേ, ഇനിയിപ്പോൾ വൈകിട്ട് അവർ വരുന്ന സമയത്ത് നമുക്ക് ചായക്ക് സ്നാക്സൊക്കെ ഉണ്ടാക്കി വെക്കേണ്ടി വരില്ല. അവർ ക്ഷീണിച്ച് വരുമ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സ്നാക്സൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ. അപ്പോൾ അവർക്കിത് നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ അവർക്കിത് ഭയങ്കര ഇഷ്ടമാവും. മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സീൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1 കപ്പ് മൈദയും ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഒരു 2 മുട്ട, കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ 2 കോഴിമുട്ടയും കൂടെ പൊട്ടിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു 3 ടീസ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കട്ടെ. ഇനിയിപ്പോൾ സൺഫ്ലവർ ഓയിൽ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർത്താലും മതി, എന്തായാലും കുഴപ്പമില്ല. എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഈ ഒരു പരുവത്തിനാണ് നമ്മളിത് അരച്ചെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതാ ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് ഞാൻ നേരത്തെ ചിക്കൻ പൊരിച്ച എണ്ണയാണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒരു തിരിയും കൂടെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് 2 ചെറിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ എല്ലാവർക്കും പൊരിക്കാൻ അറിയുന്നതുകൊണ്ടാണ് അത് ഞാൻ കാണിക്കാഞ്ഞത്. ചിക്കന് ഉപ്പും മഞ്ഞളും മുളക് പൊടിയിട്ട് ഒന്ന് പൊരിച്ച് മാറ്റി വെക്കുക, എല്ലില്ലാത്ത ചിക്കനെ. എന്നിട്ട് ഇതുപോലെ സവാള ഇട്ട് കൊടുത്ത് അതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ഈ ചിക്കനെ ഒന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതിൽ വേറെ പൊടികളൊന്നും ചേർക്കാത്തത് ഈ ചിക്കൻ പൊരിച്ച എണ്ണയിൽ നല്ല മസാല ഉണ്ട്, നല്ല എരിവുള്ള മുളക് പൊടിയായിരുന്നു, അതുകൊണ്ടാണ് വേറെ മസാലകളൊന്നും ചേർക്കാത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ ഉള്ളി ഇട്ട് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മുളക് പൊടി, ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നിങ്ങൾ ചിക്കൻ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഞാനിപ്പോൾ അതിൽ കുറച്ചൊരു ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ക്യാബേജൊക്കെ ഉണ്ടെങ്കിൽ ക്യാബേജ്, കക്കിരിയൊക്കെ ചെറുതാക്കി അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിലും ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടി കൂടുതൽ ടേസ്റ്റായി കിട്ടും കേട്ടോ. അപ്പോൾ കറക്റ്റ് ഒരു ഷവർമ ടേസ്റ്റ് കിട്ടും നമുക്ക്. അപ്പോൾ അതങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ നമ്മുടെ മാവ് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ കുഞ്ഞാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് വലിപ്പം വേണോ അതിനനുസരിച്ച് മാവ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ചിക്കൻ്റെ മിക്സ് വെച്ച് കൊടുക്കുകയാണ്. ചിക്കൻ്റെ മിക്സ് ഇതുപോലെ ഓരോ സ്പൂൺ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് അടച്ച് വെക്കുക. എന്നിട്ടൊരു 2-3 സെക്കൻഡ് കഴിയുമ്പോൾ വീണ്ടും ഒന്ന് തുറക്കുക. പെട്ടെന്നത് ആയി കിട്ടും കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം വെച്ചാൽ കരിഞ്ഞും പോവും. എന്നിട്ട് കുറച്ച് മയണൈസ് ഇതിൻ്റെ മുകളിൽ വളരെ കുറച്ചിട്ടോ ഇതുപോലെ ഈ ചിക്കൻ്റെ മുകളിൽ കുറച്ച് വെച്ച് കൊടുക്കുക. അതിനുശേഷം കെച്ചപ്പോ ടൊമാറ്റോ സോസോ എന്തെങ്കിലും ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും അടച്ച് ഒരു 2 സെക്കൻഡ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സ്നാക്സ് റെഡിയാവും. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ കുട്ടികൾ ഇപ്പോൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് അവരെ സന്തോഷിപ്പിക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇത് നമുക്കിതുപോലെ കയ്യിലിങ്ങ് എടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് സൈഡിൽ നിന്നൊന്ന് ചുരുട്ടി പിടിച്ചിട്ട് അങ്ങ് കഴിച്ചാൽ കറക്റ്റ് ഷവർമ കഴിച്ചൊരു ഫീല് നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.